പ്രിയമുള്ളവരെ, തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, UDF അധികാരത്തിൽ വരികയാണെന്ന് വെച്ചെങ്കിൽ സാധാരണക്കാരൻ്റെ പെൻഷനൊന്നും കിട്ടില്ല എന്നുള്ളത്. അതിലേക്കുള്ള വലിയൊരു പാതയിലാണ് UDF ഇന്ന് വലിയൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി മുതൽ ക്ഷേമ പെൻഷനുകൾ വീടുകളിൽ കൊണ്ടുവന്ന് കൊടുക്കില്ല എന്നുള്ളത്. അതായത് ദേശീയ ബാങ്കുകൾ വഴി ബാങ്ക് അക്കൗണ്ടിലിട്ട് ആ ബാങ്ക് അക്കൗണ്ടിൽ അക്ഷരാഭ്യാസം ഇല്ലാത്തവരും ഒറ്റയ്ക്ക് പരസഹായമില്ലാതെ ഒരു ബാങ്കിൽ പോയിട്ട് ഈ പൈസ വിട്ടുവച്ച് അറിയാത്തവരായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ മേടിക്കുന്ന പെൻഷൻ ഇനി ആളുകളിലേക്ക് കൃത്യമായി എത്തില്ല. ഇതിൻ്റെ ഭാഗമായി സാധാരണക്കാരായിട്ടുള്ള ആളുകളെല്ലാവരും തന്നെ പുതിയ ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കേണ്ടി വരും. ബാങ്ക് അക്കൗണ്ടുകൾ എടുത്താൽ തന്നെ കൃത്യസമയത്ത് അവർക്ക് പണം ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതി വരും. ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ ഇനി വളരെ മെല്ലെ കാലങ്ങളോളം കുടിശ്ശികയായി അത് കിട്ടാത്ത വലിയൊരു കിട്ടാക്കിനിയായി മാറുകയും ചെയ്യും. അപ്പോൾ UDF ഗവൺമെൻറ് എന്ന് പറയുന്നത് എന്നും മുതലാളിമാർക്കും അതുപോലെ തന്നെ സാധാരണക്കാരോട് എന്നും മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമീപനമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വലിയൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ക്ഷേമ പെൻഷനുകൾ ഇനി വീടുകളിൽ എത്തില്ല. സർക്കാരിൻ്റെ തീരുമാനം എടുത്തു കഴിഞ്ഞു. അപ്പോൾ കൈക്ക് കുത്തിയ ആളുകളൊക്കെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചോളും.